വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വില കുറച്ചു. ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന 19 കിലോ സിലിണ്ടറിന്റെ വില 31 രൂപയായി കുറച്ചു. പുതുക്കിയ വില 1655 രൂപ. വിവരങ്ങളുമായി ഗൗതം തുടരുന്നുണ്ട്. ഗൗതം, വളരെ വലിയൊരു ആശ്വാസ വാർത്തയാണ് വ്യാപാരികളെ തേടി ഇന്ന് രാവിലെ തന്നെ എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ ദേവിക ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്ന പാചകവാതക സിലിണ്ടറിന്റെ വിലയാണ് ഇപ്പോൾ ഈ കുറച്ചിരിക്കുന്നത്. ഏതാണ്ട് 31 രൂപയുടെ കുറവ് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ ഈ പാചകവാതകം ഈ ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്നതിന് വില കൂടുന്നു എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യാപക ആരോപണം അല്ലെങ്കിൽ പ്രതിഷേധം വിവിധ കോണുകളിൽ ഉയർന്നിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഈ മറ്റേ ഗൃഹോപകരണ പാചകവാതക സിലിണ്ടറുകളുടെ വില കേന്ദ്ര സർക്കാർ കുറച്ചത്. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ കേന്ദ്ര സർക്കാർ ഈ ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്ന പാചകവാതകത്തിൻ്റെ വില കുറച്ചുകൊണ്ട് ഇത്തരത്തിൽ വ്യാപാരികൾക്കും അതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങളെ കൂടി ബാധിക്കുന്നതാണ്. അത് വലിയ ആശ്വാസം നൽകുന്ന ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഗൗതം, പാചകവാതകത്തിന്റെ വില കുറഞ്ഞതോടുകൂടി ഹോട്ടൽ ഭക്ഷണ വസ്തുക്കളുടെ വിലയിൽ കൂടി ഈ ഒരു മാറ്റം വരാനുള്ള സാധ്യത കൂടുതലല്ലേ? ദേവിക, അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം സ്വാഭാവികമായും ഈ പാചകവാതകത്തിൻ്റെ വില കുറയ്ക്കുന്നതിലൂടെ സ്വാഭാവികമായും അവശ്യ സാധനങ്ങളുടെ വിലയിലും കുറവുണ്ടാകും എന്നത് ശ്രദ്ധേയമാണ്. തീർച്ചയായിട്ടും അത് സർക്കാരിൻ്റെ ഇന്നത്തെ ഈ ഒരു തീരുമാനം സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന ഘടകമാണ്. കാരണം നേരത്തെ തന്നെ ഈ പാചകവാതകത്തിന് വില വർദ്ധിക്കുന്നുവെന്ന ആരോപണം ഈ പ്രതിപക്ഷ പാർട്ടികളും മറ്റും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉയർത്തുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്തുൾപ്പെടെ വലിയ തോതിലുള്ളൊരു വിമർശനമായി അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ആയുധമായി പല ഘട്ടങ്ങളിലും ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്ര സർക്കാരിനെതിരെ ഉപയോഗിച്ച വിഷയങ്ങളിലൊന്ന് ഈ ഇടയ്ക്കിടയ്ക്ക് ഇന്ധന വർധനമുണ്ടാകുന്നതും അതോടൊപ്പം തന്നെ ഈ പാചകവാതകത്തിന് വില വർദ്ധിക്കുന്നു തുടങ്ങിയ വിഷയങ്ങളാണ്. അതിന് കൃത്യമായ പ്രതിരോധം BJP തീർക്കുന്നുണ്ടായിരുന്നു. UPA സർക്കാരിൻ്റെ കാലഘട്ടവുമായൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ പാചകവാതകത്തിന് വില കുറവാണ്. പിന്നെ സാഹചര്യത്തിനനുസരിച്ച് കാലം മാറുന്നതിനനുസരിച്ചുള്ള സ്വാഭാവികമായ ചില വിലക്കയറ്റം മാത്രമാണ് ഉണ്ടാകുന്നത് എന്നത് കണക്കുകൾ നിരത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പ്രതിരോധിച്ചതാണ്. എന്തായാലും ഇന്നത്തെ ഈ ഒരു തീരുമാനം സ്വാഭാവികമായും ദേവിക ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ മറ്റ് അവശ്യ സാധനങ്ങളുടെ വില കുറയുന്നതിനും ഇത് കാരണമാകും.